ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദം നടക്കുകയാണ്. ആ വിവാദം ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന RSSന്റെ അല്ലെങ്കിൽ BJPയുടെ നേരത്തെയുള്ള ഇന്റലക്ച്വൽ വിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും റൈറ്റ് വിങ് പൊളിറ്റിക്സിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ടി.ജി. മോഹൻദാസ്. അദ്ദേഹത്തിന്റെ വീഡിയോകൾ കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോകൾ ആരും പൊതുവെ റിയാക്ട് ചെയ്യാത്തത്. നമ്മൾ ടി.ജി. മോഹൻദാസിന്റെ വീഡിയോസ് ആരും പൊതുവെ റിയാക്ട് ചെയ്ത് കണ്ടിട്ടില്ല. ഈ കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ആൾക്കാർ അവര് ബഹിഷ്കരിക്കും. നമുക്കറിയാം, ശ്രീജിത്ത് പണിക്കരെ വീഡിയോ കൗണ്ടർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഫാക്ട്സ് ആണ് മൊത്തം. അതുകൊണ്ട് നമുക്കൊന്നും പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റില്ല. പോരാത്തതിന് ഇയാളെ ഒരു പൊളിറ്റിക്സിന്റെ ആലയിൽ കൊണ്ട് കെട്ടാനും പറ്റുന്നില്ല. അയാൾ ഒരു പൊളിറ്റിക്സിന്റെ ആലയിൽ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പൊളിറ്റിക്സിന്റെ നേതാക്കൾ ചെയ്ത കൊള്ളജിതായ്മ വെച്ച് നമുക്ക് അയാളെ താറടിക്കാൻ പറ്റില്ല. നടക്കുന്ന കേസല്ല. അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കരെ ബഹിഷ്കരിക്കുക. CPM ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ശ്രീജിത്ത് പണിക്കരുമായിട്ട് ഇനി ഇരിക്കില്ല എന്ന് പറയാം. സമാനമായിട്ടുള്ള രീതിയിൽ ടി.ജി. മോഹൻദാസിനെ ഒരു സമയത്ത് വലിയ വൈറൽ താരമായിരുന്നു നമ്മുടെ ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈവൻ മനോരമയിലൊക്കെ പോലും. ഇപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഈ മനോരമ ആൾക്കാർ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഈ യാതൊരുവിധ ഈ വിഷയത്തിൽ നോളജും ഇല്ലാത്ത ആൾക്കാരെയാണ് മനോരമയും മറ്റ് ചാനലുകളെല്ലാം സെലക്ട് ചെയ്ത് വിളിക്കുന്നത്. ഒരു സമയത്ത് ടി.ജിയെ വിളിച്ചു. എനിക്ക് അറിയാം, ഷാനി പ്രഭാകരന്റെ ചർച്ചയിൽ തന്നെയാണ്. ഷാനിക്ക് ഒന്നും പറയാൻ പറ്റാതായി പോയി. കാരണം ഷാനി ഭയങ്കരമായിട്ട് കുടുങ്ങിപ്പോയി. അങ്ങനത്തെ ഒരു സാഹചര്യം. ടി.ജിയെ വിളിക്കുന്ന എല്ലാ ആൾക്കാർക്കും, സ്മൃതി പരുത്തിക്കാടുമായിട്ട് ടി.ജി ഇരുന്നിട്ടുണ്ട്. സ്മൃതി പരുത്തിക്കാടിന് ഒന്നും പറയാൻ, കാരണം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആ റൂട്ട് കോസിൽ നിന്ന് ടി.ജി. മോഹൻദാസ് സംസാരിക്കും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ടി.ജി. മോഹൻദാസിനെ ചാനൽ ചർച്ചകളൊന്നും വിളിക്കാതെയായി. കാരണം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. കാരണം നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പൊ കൗണ്ടർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ഒന്നെങ്കിൽ ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുക. ചാണകം, ഗോമൂത്രം, സംഗി, ഈ കിളവൻ ചത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുക. പിന്നെ പോരാത്തതിന് സമൂഹത്തിൽ ഒരു നെറേറ്റീവ് പറഞ്ഞു പരത്തുക. അയാളുടെ വീഡിയോ ആരും കാണരുത്, കാരണം അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. കാരണം നമുക്ക് കൗണ്ടർ ചെയ്യാനായിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അങ്ങനെ പറയല്ല, ബിജുചേട്ടന്റെ വീഡിയോസ് തന്നെ അതിന് കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മുടെ എതിർപക്ഷം അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പുള്ളിയുടെ വീഡിയോ കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പറയുന്നത് ഫാക്ട്സും ഫിഗേഴ്സും വെച്ചിട്ടാണ്. ഫാക്ട്സും ഫിഗേഴ്സും വെച്ച് പറയുമ്പോൾ അത് കൗണ്ടർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇയാൾക്ക് എവിടെയെങ്കിലും അടിപതറുന്ന ഒരു സമയത്ത് അതൊന്ന് നോക്കിയിരുന്നിട്ട് ഇയാളെ താക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെയാണ് ശ്രീജിത്ത് പണിക്കരുടെ വിഷയത്തിൽ. മറ്റേ കോവിഡ് സമയത്ത് DYFIക്കാര് ഒരു 3 പേര് ഒരു വണ്ടിയിൽ നിന്ന് പോയപ്പോ പുള്ളി സാൻഡ്വിച്ച് ചെയ്തു പോകുന്നു എന്ന് പറയാം. ആക്ച്വലി ആ വാക്കിനൊരു കുഴപ്പമില്ല. പക്ഷെ ഇത് എടുത്തിട്ട് വലിയ വിഷയമാക്കി സ്ത്രീ വിരുദ്ധത, സ്ത്രീ പീഡകൻ, വുമണൈസർ. ഇപ്പൊ മനസ്സിലായില്ലേ ഇയാളുടെ ഉള്ളിലെ മറ്റേ പെർവേർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ നിഘണ്ടുവില്ലാത്ത വാക്കൊക്കെ ഇവരെടുത്ത് ഉപയോഗിച്ചു തുടങ്ങി. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസകരമാണ്. അപ്പൊ കൗണ്ടർ ചെയ്യാനായിട്ട് ഒരു സെറ്റപ്പ് ഇല്ല. അപ്പൊ ടി.ജി. മോഹൻദാസിനെ ഇപ്പോ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. എന്താണ് ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള കാര്യം? ടി.ജി അദ്ദേഹത്തിന്റെ ചാനലിൽ, അദ്ദേഹത്തിന്റെ വീഡിയോ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചാനലിൽ ഈ ഡൽഹി ഇപ്പോ നടന്ന ജന്തർ മന്ദർ കലാപവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ് എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. ഇത് സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന വാക്കാണ്, സ്ത്രീ വിരുദ്ധതയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ, ഇത് സ്ത്രീ വിരുദ്ധതയാണ്, സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ്, ശരി, സമ്മതിച്ചു. അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മയെ അധിക്ഷേപിച്ചു, അത് സ്ത്രീ വിരുദ്ധതയല്ല, അത് പോട്ടെ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല. പ്രധാനമന്ത്രിയെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയെ ഒരു നഗ്നനാക്കി, ഒരു സ്ത്രീയെ നഗ്നനാക്കി ആ സ്ത്രീയുടെ തലയിൽ പ്രധാനമന്ത്രിയുടെ പടം വെട്ടിയൊട്ടിച്ച് അവിടെയുള്ള ജന്തർ മന്ദറിലുള്ള ആൾക്കാർ മോർഫ് ചെയ്തു, അത് പ്രശ്നമായ, അത് കുഴപ്പമില്ല. അവിടെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവരെ വലിച്ചഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, അത് പ്രശ്നമുണ്ടോ ഇവിടെ കേരളത്തിലെ? അത് ഒരു കുഴപ്പമില്ല. 2 മാധ്യമപ്രവർത്തകർ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന, കാരണം ഈ ആൾക്കൂട്ടം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ സ്ത്രീകളെ ഇപ്പോ ഇവർ വളഞ്ഞിട്ട്, കാരണം മോപ്പ് ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, അവർ ആവേശം കൊണ്ട് നിൽക്കുകയാണ്. അത് വീഡിയോസ്. പക്ഷെ ഇതൊക്കെ ബോധപൂർവം മറച്ചു വെക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ചേട്ടൻ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഈ സൗരവ് ദാസും ഈ അഭിജിത്ത് ടൈഫോയിഡ് പിടിച്ചു കിടക്കുന്ന അഭിജിത്ത് ദീപ്കയും ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ യവന്മാര് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി പാർട്ടി നടത്തുന്ന വിഷ്വൽ കണ്ടായിരുന്നു? നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല. അവരത് വളരെ ഭംഗ്യന്തരേണ മറച്ചു പിടിക്കും. എന്നിട്ട് അവർ കൊടുക്കുന്ന വിഷ്വൽസ് എന്താണ്?
ഞാനൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ വണ്ടി, അതായത് ഇവനെ ഇതിനകത്ത് പിടിച്ച് കയറ്റുകയാണ്, വണ്ടിക്കകത്ത് പിടിച്ച് കയറ്റുകയാണ്, ഈ പോലീസ് വണ്ടിക്കകത്ത്. ആ പോലീസ് വണ്ടിയുടെ ജനലിൽ കൂടെ പുറത്തിറങ്ങി ഇവന്റെ സിബ്ബ് ഊരിയിട്ട് അവൻ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണ്. അപ്പൊ പോലീസ് എന്ത് ചെയ്തു? ഇവനെ പിടിച്ച് വെളിയിലിറക്കി ഇവന് നല്ല അടി കൊടുത്തു. ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വിഷ്വൽ കാണിക്കില്ല. പോലീസ് ഇവനെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി അടി കൊടുക്കുന്നത് മറ്റേ വന്ദേ മാതരം ഒക്കെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര രസകരമായിട്ട് കാണിക്കും. വേറൊരുത്തൻ തളർന്നിരിക്കുകയാണ്, അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് അവന്റെ ഗേൾഫ്രണ്ട് ഓടി വന്ന് അവന് വെള്ളം കൊടുക്കുന്നു. അപ്പൊ പോലീസ് പറഞ്ഞു ഇങ്ങതാ ഞാൻ കൊടുക്കാന്ന് പറയുമ്പോൾ ഗേൾഫ്രണ്ട് പറഞ്ഞു ഡോണ്ട് ടച്ച്, അവനെ തുടരുത് എന്ന് പറയുന്നു. അത് കാണിക്കും. പക്ഷേ ഈ തളർന്നിരിക്കുന്നവൻ പോലീസിന്റെ കണ്ണിലോട്ട് പെപ്പർ സ്പ്രേ അടിച്ചത് ആരും കാണിക്കില്ല. പോട്ടെ, ഇവിടെയുള്ള ആൾക്കാരുണ്ട്, സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിച്ചു എന്നാണല്ലോ പറയുന്നത്. ഇവരെ തന്നെ ഗ്യാങ്ങിലുള്ള ഈ വേടന്റെ കൂടെ ആസാദി ടീമിൽ മുദ്രാവാക്യം വിളിച്ച് നടന്ന ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നാണ് അവർ പറയപ്പെടുന്നത്. അവർ പറഞ്ഞത് ഫെമിനിസ്റ്റുകളുമായിട്ട് ഈ ബന്ധം വയ്ക്കുന്നവരുടെ ഭാഗ്യമാണ്, കാരണം അവർക്ക് സെക്സിന് ഒരു പഞ്ഞവും കാണില്ല. മുഴുവൻ ഫെമിനിസ്റ്റുകളെ അധിക്ഷേപിക്കുന്ന ഒരു വാചകമല്ല. ഇപ്പൊ എന്റെ അമ്മ ഒരു ഫെമിനിസ്റ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, അതൊക്കെ നടന്നോട്ടെ, നോ ഇഷ്യൂ, അതൊക്കെ നടന്നോട്ടെ. മാധ്യമപ്രവർത്തകരെ വലിച്ചഴക്കുകയോ തുണി വലിച്ചു പറിക്കുകയോ അവരെ എന്ത് വേണമെങ്കിലും ഉത്തരേന്ത്യയിൽ ചെയ്തോട്ടെ, അതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. പക്ഷെ ഇത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ടി.ജി. മോഹൻദാസ് ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കിൽ കയറി പിടിച്ചുകൊണ്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളുടെയും മലയാളത്തിലെ സാംസ്കാരിക നായകരുടെയും രോഷം അങ്ങ് തിളച്ചു. സ്ത്രീ വിരുദ്ധത. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ ഒരു സ്ത്രീയുടെ ചിത്രം മോർഫ് ചെയ്താൽ പോലും, അല്ലെങ്കിൽ ആ സ്ത്രീയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചാൽ പോലും ഇവരുടെ രക്തം തിളക്കി. അപ്പൊ നമ്മൾ എൻ്റെ കയ്യിൽ പടങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ പിന്നെ കാണിക്കാത്തതാണ് എന്താണ് അവിടെ നടന്നത്. ഡാഷ് പ്ലീസ് ഡിയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഗോ ആൻഡ് ഡാഷ് യുവർ വൈഫ്, ഡോണ്ട് ഡാഷ് വിത്ത് ദ സ്റ്റുഡൻസ്. ഇതൊക്കെ പറഞ്ഞാൽ പക്കാ സ്ത്രീ വിരുദ്ധതയാണ്. ഒരു കുഴപ്പമില്ല, നോ ഇഷ്യൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ ടി.ജി. മോഹൻദാസ് ഇപ്പൊ എയറിലാണ്. നമുക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം, എനിക്കും അറിയാം, ബിജുചേട്ടന് വളരെ കാലങ്ങളായിട്ട് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം. അപ്പൊ എന്താണ് ഈ കാര്യത്തിൽ പറയാൻ തോന്നുന്നത്, എന്താണ് ഇതിൽ RSS അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, RSSന്റെ നിലപാട് കൂടെ നമുക്ക് ചർച്ച ചെയ്യണം. ഇതില് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ യോജിക്കാൻ കഴിയില്ല, ഒരു പൊതുവിടത്തിൽ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ എല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലമാണ്. മിക്കവാറൊക്കെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ധനുഷ് പറയും കാരണം ആ വാക്ക് ഉപയോഗിക്കരുത്, അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പം നമ്മുടെ സ്വന്തം കുട്ടിയാണെങ്കിലും നമ്മളൊന്ന് എഡി എന്ന് വിളിക്കാൻ പോലും കഴിയില്ല. അപ്പൊ അതൊരു പ്രോബ്ലമാണ് എഡി എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ് ചെയ്യാൻ മുമ്പ് സദാചാര ഗുണ്ടകൾ വഴി കൂടെ ആണും പെണ്ണും പോകുന്നുണ്ടെന്ന് നോക്കിയെടുത്ത് നിന്ന് ഇപ്പൊ നമ്മുടെ വായിൽ നിന്ന് എന്താണ് വീഴുന്നത് ഉടനെ അതവിടെ കറക്റ്റ് ചെയ്യും, മാർക്കിടും, അങ്ങനെയൊക്കെ പോകുന്നൊരു കാലമാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ടി.ജി. പറഞ്ഞ വാക്കുകൾ അത് ഒരു പബ്ലിക് ഇടത്തിൽ പറയാൻ കഴിയുന്ന ഒരു വാക്കുകളല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇന്ന് അനാലിസിസ് എടുത്തത്. കാരണം ടി.ജിയുടെ ഈ കേസ് എന്തുകൊണ്ട് കേരളത്തിൽ ആഘോഷമാകുന്നു എന്ന് ചോദിച്ചാൽ അതെന്തായാലും എല്ലാവരും അറിയണമെന്നുണ്ട്. കാരണം ടി.ജി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ RSSന്റെ വക്താവോ അതിന്റെ ചുമതലകൾ വഹിക്കുന്ന ഒരു വ്യക്തിയോ അല്ല. ടി.ജിയെ പോലെ വിരലെണ്ണാവുന്ന കുറെ മാധ്യമപ്രവർത്തകർ നിലവിൽ മുമ്പുണ്ടായിരുന്നു. നമ്മുടെ ഒരു നിലപാടായാലും പ്രത്യയശാസ്ത്രമായാലും പ്രസ്ഥാനമായാലും ഒക്കെ അത് ആ സംഘടനാ പ്രവർത്തകർ മാത്രമല്ല, അത് പ്രതിസന്ധി ഘട്ടത്തിലാകുമ്പോൾ അതിനെ അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളെ തടയിടാൻ ഒരു ലാഭേച്ഛയുമില്ലാതെ ഇറങ്ങി പ്രവർത്തിക്കുന്ന, ഒരു ഗുണവുമില്ലാതെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരുപിടി മാധ്യമ പ്രവർത്തകർ കൂടി ഉണ്ട്. അവര് മിക്കവാറും ഒക്കെ ഇത്തരം കാര്യങ്ങളെ കൗണ്ടർ ചെയ്യാറുമുണ്ട്. കാരണം അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ആരുടെയും പിന്തുണ അവർ പ്രതീക്ഷിക്കുന്നില്ല, ആരുടെയും സഹായവും അവർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അത് കിട്ടാതെ വരുമ്പോൾ അവർക്കാർക്കും ഒരു വിഷമവും ഇല്ല. കാരണം ആരെങ്കിലും കണ്ടുകൊണ്ട് മുമ്പോട്ട് ഇറങ്ങുമ്പോൾ മാത്രമേ അതിന് പ്രതിസന്ധിയും കാര്യങ്ങളും വരികയുള്ളൂ. ഇവിടെ ടി.ജിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഞാൻ ചാനൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ടി.ജിയുടെ ഈ ഉദയവും ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഈ ചാനലിന്റെ ചാനൽ ചർച്ചയുടെ മുഖച്ഛായ മാറ്റിയ ഒരു വ്യക്തിയാണ് ടി.ജി. മോഹൻദാസ്. കാരണം അതുവരെ നമ്മൾ കണ്ടിരുന്നത് കുളിച്ചൊരുങ്ങി കുട്ടപ്പന്മാരായി വന്നിരിക്കുന്ന വക്താക്കളാണ്. അവർക്ക് കൗണ്ടർ ചെയ്യാൻ അറിയില്ല. എതിർപക്ഷത്തുനിന്ന് വലിയ രീതിയിൽ തന്നെ അറ്റാക്കുകൾ വരുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുന്ന ഒരു വലിയ വിഭാഗം വക്താക്കളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അത്തരം കാര്യങ്ങളെ കൗണ്ടർ ചെയ്യുക മാത്രമല്ല, എതിരാളികൾക്ക് ശബ്ദിക്കാൻ കഴിയാത്ത വിധം പ്രതികരിക്കുക കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ടി.ജി. മോഹൻദാസ്. അങ്ങനെ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ കത്തിക്കയറി. ഞാൻ ഈ ചാനൽ ചർച്ച നടത്തിയ ആളായതുകൊണ്ട് എനിക്കറിയാം ഇതിനൊരു റേറ്റിംഗ് ഉണ്ട് ധനുഷ്. ഈ ചാനൽ ചർച്ചയ്ക്ക് നമ്മൾ ആളെ വിളിക്കുന്നത് അല്ല, വെറുതെ ആപ്പയും വിളിക്കുകയല്ല. നമ്മൾ വിളിക്കുമ്പോൾ ടി.ജി. മോഹൻദാസ് നല്ല റേറ്റിംഗ് ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം ആൾക്കാർ ഒരുപാട് പേര് ആ ചാനൽ ചർച്ച കാണാനുണ്ടാകും. അഡ്വക്കേറ്റ് ജയശങ്കർ ആൾക്കാർ കാണാനുണ്ടാകും.
PS ശ്രീധരൻപിള്ള ആൾക്കാർ കാണാനുണ്ടാകും. അതുപോലെ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസ് നേതാവുണ്ടായിരുന്നു, MA ഷാനവാസ്. ഇപ്പോൾ അദ്ദേഹം ഇല്ല. അദ്ദേഹം ആൾക്കാരുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാകും, ഒരുപാട് ചരിത്രം അവർ പറയും, ഒരുപാട് കേസുകളെ കുറിച്ച് അവർ പറയും, ഗ്രാഹ്യമായിട്ട് പറയും. നമ്മളതൊരു നല്ല രസകരമായി നമുക്കത് കേട്ടോണ്ടിരിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചാനൽ ചർച്ചകളെ കൊണ്ടുപോയിട്ടുണ്ട്. BJPയുടെ ചാനൽ ചർച്ചകളിലെ ഒരു പുലി എന്ന് തന്നെ പറയാവുന്ന ഒരു കക്ഷിയാണ് TG മോഹൻദാസ്. BJPയുടെ നല്ല വലതുപക്ഷത്തിന്റെ ഒരു പുലി തന്നെയാണ് TG മോഹൻദാസ്. അങ്ങനെ TG മോഹൻദാസ് ഇല്ലാത്ത ഒരു ചാനൽ ചർച്ചയും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. എവിടെയാണ് ഈ ചാനലുകാരുടെ കണ്ണിലെ കുരുവായി TG മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, TG ഈ അവതാരകരെ, ജഡ്ജിയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതി ഉണ്ടെങ്കിൽ എന്താകും ധനുഷ അവസ്ഥ? കോടതിയുടെ ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ TGയെ നാട് കടത്തുന്നു. എന്നോട് ഈ ചാനൽ മാനേജ്മെന്റുകൾക്കുള്ള ഒരു കലിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇവന്മാരെല്ലാം കൂടെ അനഭിഭൂതരാക്കിയ കുറെ പേരുണ്ട്. ഇവര് അകറ്റി നിർത്തണമെന്ന് പറഞ്ഞതാണ്. അതിനകത്ത് ഒരാളാണ് ശ്രീ TG മോഹൻദാസ്. ഒരാളെ കുറിച്ച് ഞാൻ മുൻപ് ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരെ വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. അതാണ് എനിക്ക് എതിരെയുള്ള ഒരു സംഭവം. TGയുടെ ഒരു സ്വഭാവം ഞാൻ പറയാം. TG എന്റെ ചർച്ചകൾ സ്ഥിരം പങ്കെടുക്കാറുള്ള ഒരാളാണ്. TGയുടെ ഒരു പൊതു സ്വഭാവം എന്ന് വെച്ചാൽ മുഖം നോക്കാറില്ല. നമ്മളോടാണെങ്കിലും പുള്ളിക്ക് യാതൊരു ദയവും ഉണ്ടായില്ല സംസാരിക്കുന്നതിന്. ചാനൽ ചർച്ചകളിൽ വെച്ച് നമ്മളെ തകർക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അദ്ദേഹം അത് മുതലാക്കും. അതായത് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റിന് വേണ്ട സാധാരണ ഒരു അടിസ്ഥാന ക്വാളിഫിക്കേഷനിൽ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഗ്രാഹ്യമായി ആ സംഭവത്തെ കുറിച്ചുള്ള അറിവുണ്ടാകണം. ഒപ്പം തന്നെ ആ സംഭവത്തിന്റെ അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാകണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൃത്യമായി ഓർത്തു വെക്കാനുള്ള ഓർമ്മശക്തി ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, കൃത്യമായി ഇത് പുറത്തേക്ക് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാൻ, അതിന് സരസ്വതി ദേവിയുടെ ഒരു അനുഗ്രഹം കൂടെ നാവിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ അത് വലിയ പാടാം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ഒത്തിണങ്ങുമ്പോഴാണ് അത് വിജയിച്ചു വരുന്നത്. ഞാൻ എന്റെ ലൈഫ് ഒരു പേഴ്സണൽ ഈ ചർച്ചകളിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു ചർച്ച നടക്കുന്നു UP-യിൽ ഒരു സംഭവമാണ്. ഞാൻ ആ ഡയസിൽ ഇരിക്കുമ്പോൾ ആ ഡയസിന് തൊട്ടടുത്തിരിക്കുന്ന എന്റെ ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും ആളുകളുണ്ട്. മറുഭാഗത്ത് TG ആണ്. കാരണം അന്ന് ഞാൻ വേറെ ചില BJP നേതാക്കളെ വിളിച്ചിട്ടാരും വന്നില്ല. കാരണം ഇതിനെ കൗണ്ടർ ചെയ്യാൻ പ്രയാസം. കാരണം BJP പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത്. BJP അതിനകത്ത് ഊരിക്കൊണ്ട് പോവുക, ഒരു രക്ഷയില്ല. ഇനിയിപ്പം ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ഊരാൻ പറ്റാത്ത ഒരു ഊരാ കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ് BJP. അപ്പം ഇവരിൽ നിന്ന് തുടങ്ങി UDF-ഉം LDF-ഉം സംസാരിച്ചു തുടങ്ങി. TG അപ്പുറത്തെ സൈഡിലാണ്. TG അപ്പൊ ഈ 2 പേരും വളരെ കൃത്യമായിട്ട് തന്നെ ഇത് അറ്റാക്ക് ചെയ്യുക വെച്ചാൽ വളരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുക. 2 പേരും ഒരേപോലെ തന്നെയാണ് പറയുന്നത്. കോൺഗ്രസും CPM-ഉം ഒരേപോലെ തന്നെയാണ് പറയുന്നത്. 2 പേരും കൂടെ അറ്റാക്ക് ചെയ്യുക. സാധാരണഗതിയിൽ ഒരു നോർമൽ BJPയുടെ വക്താവാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ വിയർത്ത് കുളിക്കേണ്ട സമയം കഴിഞ്ഞ്, അതുപോലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഞാൻ അത് കഴിയുമ്പോഴത്തേനും ഞാൻ ഈ TGയോട് ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്, ഇതിന്റെ വാസ്തവം എന്താണ് TG? ഇത്രയും ഒരു ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. TG ആ ഒരു ഒറ്റ വാക്കിൽ പിടിച്ചുകൊണ്ടാണ് ആ ചർച്ച മലർത്തിയടിച്ചത്. TG ആദ്യം പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് അറിയാം? ഹ എന്ന് പറഞ്ഞ പുള്ളി ഒരു ചിരിയുണ്ട്. പുള്ളി ഒരു പ്രത്യേക ഒരു ചിരിയുണ്ട് പുള്ളിക്ക് എപ്പോഴും. ചിരിച്ചിട്ട് പുള്ളി പറഞ്ഞൊരു ഡയലോഗ്, അത് ശരി, അവതാരകനെ പോലും വിശ്വസിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം എന്നോടാണ് ചോദിക്കുന്നത് ഇതിലെന്താ വാസ്തവമെന്ന്, സത്യമാണോ ഇതെന്നാണ് എന്നോടാണ് ചോദിക്കുന്നത്. ആ ഒരു പോയിന്റ് പറഞ്ഞതോടുകൂടി ഇപ്പുറത്ത് ഇവര് പ്രതിസന്ധിയിലായിപ്പോയി. എന്നിട്ട് അദ്ദേഹം ചെയ്ത പണി എന്ന് വെച്ചാൽ നേരെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലേക്ക് പോയി. അന്നത്തെ കാലഘട്ടത്തിലെ കുറെ കേസുകളും കാര്യങ്ങളും ഒക്കെ പുള്ളി തപ്പിപ്പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഡേറ്റ് സഹിതം, ആ കോടതിയുടെ പേര് സഹിതം. അത് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവര് കൗണ്ടറിലായി. CPM പ്രതിരോധത്തിലായി. കാരണം അവർക്ക് പ്രത്യേകിച്ച് മുമ്പോട്ട് പോകാനില്ല. കാരണം അവർക്ക് അങ്ങനെ പോകണമെന്നില്ല. ചുമ്മാ വർഗീയത, BJP അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്കൊരു വലിയ ചരിത്രമുണ്ട് കോൺഗ്രസിൽ, ഇന്ദിരാഗാന്ധിയുടെ അടക്കമുള്ള. അവിടെ അവർക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. TG അവിടെ സ്കോർ ചെയ്യുകയും കയറിപ്പോവുകയും ചെയ്തു. അത്രയ്ക്ക് കരുത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ്. RSS-ഓട് നേരിട്ടും പുള്ളി ഏറ്റുമുട്ടിയിട്ടുണ്ട്. കേസരിയിൽ അദ്ദേഹത്തിന്റെ ഒരു വിവാദ ലേഖനം ഉണ്ടായിരുന്നു, സംഘികളും CPM-കാരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നുള്ളത്. പക്ഷെ കാലഘട്ടം പിന്നീട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നിയിട്ടുണ്ട് പലർക്കും. കാരണം രണ്ടിന്റെയും അടിസ്ഥാനം ഹിന്ദുക്കൾ തന്നെയാണ്. അത് ഒന്നിച്ചു പോകേണ്ട. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ചു പോയിട്ടുമുണ്ട്. അന്നത് ഭയങ്കര വിവാദമായിരുന്നു. കാരണം അന്ന് ഈ CPM RSS സംഘർഷം കത്തി നിൽക്കുന്ന സമയത്താണ് ആ ഒരു വിവാദം വരികയും അങ്ങനെ TGക്ക് അവിടുന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയും ഒക്കെ ചെയ്ത ഒരുപാട് കഥകളുണ്ട്. അപ്പൊ TGക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഒന്ന്, അദ്ദേഹത്തിന് ഗ്രാഹ്യമായ ഒരുപാട് അറിവുകളുണ്ട്, നല്ല വായനാശീലമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത കാര്യങ്ങൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ പറയും, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ പരിശോധിച്ചിട്ട് അത് കിട്ടുകയാണെങ്കിൽ താങ്കളെ എത്തിക്കാമെന്ന് പറയും. അത് മാത്രവുമല്ല, ഞാനുമായിട്ട് സൗഹൃദം ഉണ്ടെങ്കിൽ പോലും ചാനൽ ചർച്ചകളിൽ എനിക്കെതിരായിട്ട് ഒരുപാട് പുള്ളി കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവതാരകരെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം. അപ്പൊ ഞാനൊരു ജഡ്ജിയാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെതിരെ ചോദ്യം ചോദിക്കുകയും എന്നെ കൗണ്ടറിലാക്കുകയും എന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്താൽ പിന്നെ എന്ത് പ്രസക്തിയാണ് ഈ ചർച്ചയ്ക്കുള്ളത്? എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള ഉത്തരം മുട്ടിപ്പോ.
കാരണം ഈ ടി ജിയെ പോലെ ഇല്ലെങ്കിൽ പി എസ് ശ്രീധരൻ പോലെ ഇല്ലെങ്കിൽ ജയശങ്കറെ പോലെ ഇല്ല ഈ പറയുന്ന ഈ എം എ ഷാനവാസിനെ പോലെയൊക്കെ ഉള്ളവരുമായി ചർച്ച നടത്തുമ്പോൾ നമ്മൾ ആ സബ്ജക്ട് മാത്രം പഠിച്ചാൽ പോരാ. കാരണം ഇവർ ഈ സബ്ജക്റ്റിന് ട്വിസ്റ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോകും. അതിന് അവതാരകർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ഒരു വാക്ക് ഉപയോഗിക്കും. എന്താണെന്നറിയാം, നമ്മൾ ആ പോയിന്റിലേക്ക് വരൂ എന്ന് പറയും. കാരണം എന്താണെന്നറിയാമോ, അവര് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം നമുക്കത് അറിയില്ല. അപ്പൊ നമ്മൾ അവരോട് പറയുന്നത് ശരി വിഷയത്തിലേക്ക് വരൂ എന്ന് പറയും. ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആകെ ഒരു വെടി നമ്മുടെ കയ്യിലുള്ളത്. അപ്പോഴത്തേനും ടി ജി ഒക്കെയാണ് അതും പൊളിച്ചെടുക്കും. എന്നാൽ ഈ ടി ജിയെ കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ചാനലുകാരുണ്ട്. ഞാൻ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ നികേഷ് സാർ സ്ഥിരം ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരാള് ടി ജി മോഹൻദാസ. എന്നാൽ ടി ജിയും നികേഷ് സാറും തമ്മിൽ ഭയങ്കര അടിയാ. കുറച്ച് ചർച്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി നികേഷ് സാർ ഇനി മനഃപൂർവ്വം ടി ജിയെ വെച്ചിട്ട് നികേഷ് സാറിന്റെ എതിരാളികൾക്ക് പണി കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നികേഷ് സാറിന് ഒരു വൈരാഗ്യം CPM-ലെ പല നേതാക്കളോടും ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛനെ പണി കൊടുത്തവരാണല്ലോ സഖാക്കന്മാര്. ഇപ്പം സാറ് CPM-ലായതുകൊണ്ട് നേരിട്ട് തെറി വിളിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ടി ജെ വിളിച്ചു വരുത്തിയിട്ട് തെറി വിളിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത്, എനിക്ക് നേരിട്ട് ആ സുഹൃത്തിനെ ചീത്ത വിളിക്കാൻ പറ്റത്തില്ല, വേറൊരാൾ വിളിച്ചാൽ എനിക്കൊരു മാനസികമായ സന്തോഷം കിട്ടുകയും ചെയ്യും. കാരണം ഈ നികേഷ് സാറ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പല കാര്യങ്ങളും ടി ജിക്ക് ഇട്ടുകൊടുക്കുകയും ടി ജി അവരെ വലിച്ചു കീറുകയും കൂടെ ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഈ ചർച്ച കഴിഞ്ഞ് പോകുമ്പോഴത്തേനും ഇവർ നല്ല സൗഹൃദത്തിലുമാണ് പോകുന്നത്. ടി ജി ഇല്ലെങ്കിൽ സാർ ചില സമയത്തൊക്കെ ടി ജിയെ വിളിക്കുന്നു. ആദ്യം നമ്മളത് ചോദിക്കും, അവതാരകാരെ വിളിക്കണം ഗസ്റ്റ്, ടി ജിയുടെ പേരാണ് ആദ്യം പറഞ്ഞത്. ടി ജി ഇല്ലെങ്കിൽ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ വന്നൊരു സമയമുണ്ട്. കാരണം അത്രയും നല്ല ടി ജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, വേറെ ഒരു ഗസ്റ്റ് ഇല്ലെങ്കിൽ പോലും ആ ചർച്ച നടത്തിക്കൊണ്ട് പോകും. കാരണം അത്ര അറിവുണ്ട്, കാര്യങ്ങളുണ്ട്, ഏത് കാര്യങ്ങളെ കുറിച്ചും ഗ്രാഹ്യമായ അറിവും കാര്യങ്ങളുമുണ്ട്. പുള്ളിയുടെ സംസാര രീതിയും അങ്ങനെയാണ് എന്ന് കരുതി എല്ലായിടത്തും നമുക്ക് അങ്ങനെ സംസാരിക്കാമെന്ന് വെച്ചാൽ പറ്റില്ല. ഇതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമാകുന്നത്? ടി ജിക്കെതിരെ ടി ജിയെ പിടിച്ചത് ഭയങ്കര ആഘോഷം. എല്ലാ ചാനലുകളും വലിയ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു, എല്ലാവരും കൊടുത്തു. ഇതേപോലെ ഏതെങ്കിലും BJP നേതാക്കൾ ഒരു കേസിൽപ്പെട്ട ഇതേ കണക്ക് ഏതെങ്കിലും മാധ്യമങ്ങൾ ചെയ്യില്ല. എന്താ കാര്യമെന്നറിയാം, റീച്ച് ഇല്ല അവർക്ക്. ഇല്ലെങ്കിൽ ഏതെങ്കിലും BJP നേതാവിനെ തുറുങ്കിലടക്കണമെന്ന് പറഞ്ഞ് എവിടെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവ നേതാവിനെ തുറുങ്കിലടക്കണമെന്ന് പോസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ടി ജിയെ പോലെ ശ്രീമതി ശശികല ടീച്ചറെ പോലെയുള്ളവരെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ശശികല ടീച്ചർക്കെതിരെ കേസെടുക്കണം, ശശികല ടീച്ചറിനെ തുറുങ്കിലടക്കണം, തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് വേറെ ഒരു നേതാവിനെ കുറിച്ചും പറയാത്തത്? കാരണം അവര് അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയും നിലപാടുകൾ ഒച്ചത്തിൽ പറയുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ബാക്കിയുള്ളവരൊന്നും മിണ്ടുന്നില്ല, അവരെ ഒരു വഴി കൂടെ അങ്ങ് പോകുന്നു എന്ന് മാത്രമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തുമാത്രം ശത്രുക്കളുണ്ട് തനിച്ച്? എന്നെയൊക്കെ എത്രയോ പേര് ഫോണിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയക്കാർ മാത്രമല്ല, കോറി മുതലാളിമാർ അടക്കമുള്ളവരുണ്ട്. ഇല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ഉയർത്തുന്ന നിലപാടുകളാണത്. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട്, ശശികല ടീച്ചറിന്റെ 5 പൈസ കൊടുക്കാതാണ് ശശികല ടീച്ചറിന്റെ ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത്. എപ്പോഴും നിറഞ്ഞു നിൽക്കും. സാധാരണ നേതാക്കന്മാർ പൈസ കൊടുത്തിട്ടാണ് അവരുടെ ഫോട്ടോ ബൂസ്റ്റ് ചെയ്യിക്കുന്നത്, PR വർക്ക് ചെയ്യിക്കുന്നത്. ശശികല ടീച്ചറിന്റെ PR വർക്കിന്റെ കാര്യമില്ല. കാരണം അവരുടെ എതിരാളികൾ തന്നെ എന്നും ഇതിട്ട് പ്രചരിപ്പിക്കും. ദുഷിപ്പാണ് പറയുന്നെങ്കിൽ പോലും പ്രചരിപ്പിക്കും. അതെന്തുകൊണ്ടാണ്? ഈ നമ്മൾ പറയത്തില്ല, ഫലമുള്ള മാവിലെ ഏറ് നടക്കൂ, അല്ലെങ്കിൽ സൈഡിൽ കിടക്കും, അത്രേ ഉള്ളൂ. അപ്പൊ കേരളത്തിന് ജിഹുകളായിട്ട് നിൽക്കുന്ന ചിലരുണ്ട്. അവരൊന്നും സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോ ഒന്നും അല്ല. പക്ഷെ അവർ ചെയ്യുന്നതും അവർ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ, ഇല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആശയത്തിന്റെ മുന്നണി പോരാളികളായിട്ടാണ് അവർ നിൽക്കുന്നത്. പലപ്പോഴും BJPയും BJPയുടെ ആളുകളും പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിലൊക്കെ ഈ ടി ജിയുടെ ചർച്ചകൾ വലിയ ചർച്ചയായിട്ടുണ്ട്. ടി ജിയുടെ ചർച്ചകളുടെ ഭാഗങ്ങൾ വെട്ടിയിട്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ സൈബർ സംഘികളും ഒറിജിനൽ സംഘികളും അടക്കമുള്ളവർ ആഘോഷിച്ചിട്ടുണ്ട്. അവരത് കൗണ്ടറിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാതിരിക്കും. കാരണം അതിനകത്തൊന്നും ഒരു കരുതയില്ല. ഇപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഫേസ്ബുക്കിൽ കൂടി പിന്തുണ കൊടുത്തുകൊണ്ട് ഈ കേസിൽ മാറത്തൊന്നുമില്ല. ഇപ്പൊ നമുക്ക് പിന്തുണ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഒന്നുമല്ല. ആരുടെ പിന്തുണ കണ്ടുകൊണ്ട് നമുക്ക് ഈ പണിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ നാളെ ഇലക്ഷന് മത്സരിക്കുന്നില്ല, വോട്ട് പിടിക്കുന്നില്ല, നാളെ നമ്മൾ എന്തെങ്കിലും പദവി കിട്ടുന്ന നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അതിങ്ങനെ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്കിപ്പോ ഒരുപാട് ശത്രുക്കളാണ്. ഇപ്പൊ പാർട്ടികൾ നമ്മുടെ പുതിയ ശത്രുക്കൾ നമ്മുടെ പാർട്ടികളാണ്. ഈ പാർട്ടികൾ ഇപ്പൊ നമ്മുടെ പുതിയ, കാരണം പാർട്ടികൾക്കെതിരെ നിരന്തരമായിട്ട് നമ്മൾ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടികൾ നമ്മുടെ ശത്രുക്കളാണ്. ഇനി നാളെ ഞണ്ടുകൾ നമ്മുടെ ശത്രുക്കളായിട്ട് വരും. BJPക്കെതിരെ വാർത്ത ചെയ്യുമ്പോൾ BJPയിലെ ഒരു ചെറിയ വിഭാഗം നമ്മുടെ ശത്രുക്കളായിട്ട് വന്നു. അപ്പൊ അങ്ങനെ ശത്രുക്കൾക്ക് പഞ്ഞൊന്നും ഉണ്ടായില്ല. ടി ജിക്ക് സംഘടനയ്ക്കകത്ത്, അതായത് ഈ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറയാൻ അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് നിലകൊണ്ട് ആ സംഘടനയ്ക്ക് അകത്തുള്ളവരും പുള്ളിയുടെ ശത്രുക്കളാണ്. കാരണം അതിൽ കണ്ണുകടി എന്ന് പറയും. കാരണം പുള്ളിക്ക് ചുമ്മാതെ ഇരുന്ന് കിട്ടുന്ന ഒരു മൈലേജ് ഇവർക്ക് ഇങ്ങനെ നടന്നിട്ട് കിട്ടാത്തതുകൊണ്ട് ഈ സംഘടനയിലുള്ള ചിലർക്ക് ചില മുറിവുറുപ്പുകൾ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതിനെ സംഘടനയുമായി കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ ഈ സംഘം ഉയർത്തുന്ന ആദർശങ്ങൾ നെഞ്ചിലേറ്റുന്ന 10,000 ലക്ഷക്കണക്കിന് പേരുണ്ട്. അവരെയൊന്നും സംഘടനയ്ക്ക് ഏറ്റുപിടിക്കേണ്ട കാര്യങ്ങളുമില്ല. ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമുണ്ട്.
കാരണം ഇതുപോലെയുള്ള അനവധി മുന്നണി പോരാളികൾ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവങ്ങളിലും കൂടെ ഇരുന്ന് അവരും കൂടെ പണിയെടുക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. അവർ ഒരു ലാഭവും പ്രതീക്ഷിക്കുന്നില്ല, ഒരു സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഒന്നും അവർ പ്രതീക്ഷിക്കാതെ ചെയ്യുന്നവരാണ്. അപ്പം അവരെ തളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വിങ് ഇതിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, അവരെ ഡൗൺ ചെയ്യിക്കുക എന്നുള്ള രീതിയിൽ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ശരാശരി മാധ്യമം ആണെങ്കിൽ യൂട്യൂബ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 2 ചാനലിലും കൂടെ ദിവസവും 5 ലക്ഷം പേരാണ് നമ്മുടെ വാർത്തകൾ എല്ലാ ദിവസവും കാണുന്നത്. 5 ലക്ഷം പേര് മിനിമം നമ്മുടെ വാർത്തകൾ കാണാറുണ്ട്. അങ്ങനെ നോക്കുക ആണ് എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ 5 ലക്ഷം പേരെ നമുക്ക് ഒരു ഗ്രൗണ്ടിൽ വിളിച്ചിരുത്തി സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത്രയും വലിയ ഗ്രൗണ്ട് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ വരുന്നവർക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കണം, ഭയങ്കര പൈസ ചെലവുള്ള. ഇത് അങ്ങനെയല്ല. നമ്മളുടെ പറയുന്ന കാര്യങ്ങളെ കേൾക്കുവാൻ, അതിനകത്ത് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുവാൻ, ഇല്ലെങ്കിൽ നമ്മുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന 5 ലക്ഷം പേരാണ് അത് കാണാൻ വരുന്നത്. അത് നമ്മുടെ എതിരാളികളുമുണ്ട്, ശത്രുപക്ഷത്ത് നിൽക്കുന്നവരും കാണും, ഇഷ്ടപ്പെടാത്തവരും കാണും, പക്ഷെ അത്രയും പേര് കാണുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുക. കാരണം അവരുടെ ശബ്ദം ഇനി ഉയരരുത്. പാർട്ടി നേതാക്കന്മാർ അങ്ങനല്ല, അവരങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല, ഇങ്ങനെയുള്ളതിനെ കൗണ്ടർ ചെയ്യാറില്ല. ഇപ്പൊ പാർട്ടി വന്നാലും ഞണ്ട് പാർട്ടി, അത് അവർ വേറെ രാഷ്ട്രീയമാണ്. പക്ഷെ ഇങ്ങനെയുള്ളവർ അങ്ങനെയല്ല. ഇങ്ങനെയുള്ളവർ കൂടി ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ ഒരു സംവിധാനം ചലിച്ചു പോകുന്നത് എന്ന് കരുതിയിട്ട് ഇപ്പൊ പിന്തുണ കൊടുക്കുകയോ, ഇപ്പൊ നമ്മൾ ഈ പരിപാടി തന്നെ അവതരിക്കുന്ന TGക്ക് പിന്തുണ കൊടുക്കാനല്ല, കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം TGക്ക് ആരുടെ പിന്തുണയുടെ ആവശ്യമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പൊ പിന്തുണ എന്ന് പറഞ്ഞ് പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാലും പുള്ളി അവരെ 2 ചീത്ത വിളിക്കാതിരിക്കത്തില്ല. അത് വേറൊരു കാര്യമാണ്. അത് അങ്ങനത്തെ ഒരു രീതിയാണ് TGയുടേത്. കാരണം അദ്ദേഹം ഒരു ഒറ്റയാനാണ്. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചൊക്കെ പറഞ്ഞാലും ഞാനൊരു സ്വയം സേവന സംഘത്തിന്റെ ഇതാണ്. ഞാൻ ഈ ഫീൽഡിൽ വരുന്ന 99-ലാണ്. ആ 99 മുതൽ ഞാൻ അന്നൊന്നും ഇത് കണക്കുള്ള മോദി ഇല്ല, സംഘികൾ എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല, സോഷ്യൽ മീഡിയയേ ഇല്ല, അങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ്, മൊബൈൽ ഇല്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലും ഇതേപോലെ ഈ നിലപാടും ഈ ആദർശമായിട്ടാണ് മുമ്പോട്ട് പോയത്. ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ട് നമ്മളെ ഇന്നിപ്പോ വന്നിട്ട് 10 പേര് തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം വലിയ പ്രതിസന്ധിയിൽ ഇതൊന്നും അല്ലാതിരുന്ന വട്ടപൂജ്യമായിരുന്ന കാലത്ത്, അതായത് ശത്രുക്കൾ പ്രബലമായിരുന്ന കാലത്ത് വന്നവരാണ്. ആ നിലപാടുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയി. ഇത് നമ്മുടെ നിലപാടാണ്. അതിൽ പിന്തുണയ്ക്കാം, പിന്തുണയ്ക്കാതിരിക്കാം. നമ്മൾ ആരുടെയും പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല, ആരുടെയും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഒന്നും നമ്മൾ പറയുന്നില്ല. ഇത് നമ്മളുടെ ഒരു നിലപാടാണ്. രാജ്യവിരുദ്ധത അല്ലല്ലോ നമ്മൾ പറയുന്നത്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകത്ത് ഉപയോഗിക്കേണ്ട വാക്കുകൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ഈ പുതിയ കാലഘട്ടത്തിൽ. കാരണം ഇപ്പൊ മോശം വാക്കുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം ധനുഷിനോട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മൾ ഈ മൈലേ കുയിലേ എന്നൊക്കെ പറയുന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വരുമോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, അതിനിപ്പോ അംഗീകാരം കിട്ടിയിട്ടുണ്ട്, നമ്മൾ മൈലേന്ന് എത്ര വേണമെങ്കിൽ പറയാം, ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അതിന് അംഗീകാരമുണ്ട്. മറ്റ് ചില വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പൊ കൊച്ചു പിള്ളേരെ ഇപ്പൊ കേസ് കൊടുക്കുന്നുണ്ട്, കുഞ്ഞു പിള്ളേരൊക്കെ ഞങ്ങളെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി എന്തായാലും TG പറഞ്ഞത് ആ വാക്കുകളോട് യോജിപ്പില്ലാത്തതായിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് എക്കാലവും ഞാൻ പറഞ്ഞില്ലേ, TGയെ തൂക്കിലേറ്റണം, ശശികല ടീച്ചറെ തൂക്കിലേറ്റണം. ഇങ്ങനെ കുറച്ചു പേരൊക്കെ തൂക്കില. ഇപ്പൊ നമ്മൾക്കും എന്തെങ്കിലും ഒരു കേസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മൾ കേസിൽ പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വാക്കിന്റെ പേരിൽ, ഒരു വരിയുടെ പേരിൽ കേസ് പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ നിൽക്കുന്നുവെന്ന് നമ്മൾ കരുതുന്നവർ തന്നെയാ. അവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. കാരണം കണ്ണുകടിയാണ്, അവൻ പോയി എന്നാ പിന്നെ നീ ചെയ്യടാ പണി, അത് ഞാൻ ചെയ്യത്തില്ല, എനിക്കത് പറ്റില്ല. അപ്പം മറ്റ് ഒരു വിഭാഗങ്ങൾ ആഘോഷിക്കും, വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടും. ഒറ്റ ദിവസം കൊണ്ടൊക്കെ നമ്മൾ ഹിറ്റായി മാറും. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയുടെ നേതാവിനെ ഡെയിലി ക്രൂശിക്കുന്നുണ്ടെങ്കിൽ, ഡെയിലി കല്ലെറിയുന്നുണ്ടെങ്കിൽ അത് ശ്രീമതി ശശികല ടീച്ചറെ മാത്രമാണ്. ഞാൻ തന്നെ വിചാരിക്കും, എന്നും ഈ ടീച്ചറുടെ പടം ഫോട്ടോ ഇല്ലാത്ത ഒരു ദിവസം പോലും സോഷ്യൽ മീഡിയയിലില്ല. കാരണം എന്തുകൊണ്ടാണ്? ടീച്ചർ നിരന്തരം ആ ഒരു വിഭാഗത്തിന് വേണ്ടി, ഹൈന്ദവ സമുദായത്തിന് വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ടീച്ചർ പറയുമ്പോൾ ഇച്ചിരി കട്ടിക്ക് എല്ലാം ടീച്ചർ പറയും. അതായത് ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാറില്ല ടീച്ചർ, ഓപ്പൺ ആയിട്ട് ടീച്ചർ പറയും. ഇതാണ് ടീച്ചറോടുള്ള കലിപ്പ്. TGയോടുള്ള കലിപ്പ് എന്താണ്? ഈ ധനുഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാം കൗണ്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി TGക്കുണ്ട്. TG പറയുന്നതിന് ആർക്കും കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയെങ്കിലും വരും. സിനിമാ താരങ്ങൾക്കെതിരെ ഇത് തന്നെയല്ലേ നടക്കുന്നത്. ഒരുത്തിനൊരു പടത്തിൽ നന്നായിട്ട് അഭിനയിച്ച അവൻ കുറെ പടങ്ങൾ പോയി കഴിഞ്ഞാൽ കുറെ പേര് ഇങ്ങോട്ട് ഇറങ്ങി വരും. അവന്റെ അഭിനയം മോശമാണ്, അവന്റെ സ്വഭാവം മോശമാണ്, അവൻ രാവിലെ ചായയെ കുടിക്കൂ, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് എല്ലാ ഫീൽഡിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് TG, എന്താണ് എത്രത്തോളം പ്രാധാന്യം ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് TGയെ പോലുള്ള മാധ്യമങ്ങളെയും കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു ഇത് ചെയ്തത്.